അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ചക്ക പൊടിച്ചത് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മളെ കുട്ടാണ്. നമ്മളെ പഴയകാല സ്റ്റാഫാണ്. ഇപ്പോൾ കുട്ട ഫുള്ള് മുങ്ങലാണ്. കൈയാട്ട് ടേസ്റ്റ് ചെയ്യ്. തൊള്ളേലെ കിട്ടാത്തിയടോ. തിന്നിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്? തിന്നിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ടേസ്റ്റ് ചെയ്തോളാം. മറ്റേ പറ സബ്സ്ക്രൈബ് പറയണോ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോ, ബെല്ലൈക്കൺ കുത്തിയോട് പൊട്ടിച്ചാലോ. ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റി വ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. ചക്ക പൊടിച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഇന്ന് ഉണ്ടാക്കിയിട്ട് വേണം കഴിച്ച് നോക്കാനായിട്ട്. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ചക്ക പൊടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പ്ലാവിൽ പോയിട്ട് പറിച്ചിട്ട് അല്ലെങ്കിൽ താഴെ വീണിരിക്കുന്ന ചക്ക എടുത്തിട്ട് പൊടിക്കലല്ല. നമ്മൾ ആദ്യം ചക്ക എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരു കാര്യങ്ങളൊക്കെ പോക്കിയിട്ട് ഇതേപോലെ അടിപൊളിയായിട്ട് ഉണക്കിയെടുക്കണം. ഇത് വീട്ടിൽ ഉമ്മ ഉണക്കി സെറ്റാക്കി വെച്ചതാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മളിതെങ്ങനെ പൊടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മിക്സിയിലിട്ട് അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഞാനൊരു റൗണ്ട് കുറച്ച് പൊടിച്ചായിരുന്നു. ഇതേപോലെ എന്ത് ചെയ്യുക, പൊടിച്ചിട്ട് ഇതുപോലത്തെ ഒരു തരിപ്പെടുത്തിട്ട് ഇതിൻ്റെ നല്ല തരി മാത്രം എടുക്കണം. കാരണം നല്ല കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് പക്ക പൊടിയായിട്ട് കിട്ടാൻ കുറച്ച് പണിയാണ്. പിന്നെ അതേപോലെ നമ്മൾ ശർക്കര, തേങ്ങ ഇതുപോലെ പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ഈ രണ്ട് സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിക്കുന്ന വീഡിയോയും കൂടെ നമുക്ക് കാണാം. കുറച്ച് സാധനം ഇല്ല ഓൾറെഡി ഇട്ടിട്ടുണ്ട് അല്ലേ. ഇത് പൊടിക്കുന്ന സമയത്ത് ഉറപ്പുള്ള സാധനം ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും. പക്ഷേ മെല്ലെ മെല്ലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഓ, നല്ല പൊടി പാറുന്നുണ്ട്. കുറച്ച് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് തുറന്നാൽ മതി മൂടി കാര്യങ്ങളൊക്കെ. പിന്നെ മെല്ലെ നമുക്ക് തരിപ്പിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ താത്തി വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൗഡർ പറക്കും. അപ്പോൾ നമ്മൾ ഒരു 1-2 തവണ പൊടിച്ച് കഴിഞ്ഞാലൊക്കെ ഇതുപോലെ കിട്ടും. ഇത് വീണ്ടും വീണ്ടും പൊടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ തരികളാക്കിയിട്ട് എടുക്കണം. ഒരു 2-3 റൗണ്ടൊക്കെ ചിലപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പൊടിക്കേണ്ടി വരും. ഒരു റൗണ്ടും കൂടെ പൊടിക്കല്ലേ തന്നെ. എപ്പോഴും നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തുറക്കാതിരിക്കുക. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. പൊടി പറന്ന് തീർന്നതിന് ശേഷം മാത്രം തുറക്കുക. അപ്പോൾ ഇനിയും പൊടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കാൻ നല്ല പണിയാട്ടോ. ഒരു 4-5 റൗണ്ട് പൊടിച്ചാലാണ് നമുക്ക് കിട്ടുക. എന്നാലും കുറച്ച് വലിയ തരികൾ ബാക്കിയുണ്ടാവും. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് പൊടിക്കുന്ന സമയത്ത് എടുക്കണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിത് തേങ്ങയും ശർക്കരയും കൂട്ടി പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിനി തേങ്ങ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മളെ പാകത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇതിനങ്ങനെ ഒരു കണക്കൊന്നുമില്ല. തേങ്ങയും ശർക്കരയും നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ശർക്കര ഏകദേശം എത്ര വേണ്ടി വരും? ശർക്കര നമ്മൾ 1 ആണിയാണ് എടുത്തിട്ടുള്ളത്. ഒരുമിച്ചിടാവോ? പൊടിഞ്ഞോ? ഓ, അടിപൊളിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന
അരിപ്പൊടി പോലത്തെ ഒരു പൊടിയാണ്, പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സംഭവം നമ്മളിത് അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന സമയത്ത് നല്ല നമ്മുടെ സാധാ അരിപ്പൊടി പോലെ തന്നെ ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ അരി പൊടിച്ചിങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ആകെ ഇതിനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പേ ചക്ക നല്ല അടിപൊളിയായിട്ട് ഉണക്കി വെക്കണം എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്തൊക്കെ ചക്ക ഉണക്കി വെച്ചാൽ മഴക്കാലത്ത് ഇതുപോലെ ചെയ്ത് കഴിക്കാൻ പറ്റും അടിപൊളിയായിട്ട്. അതായത് കുറച്ച് കാലം കീപ്പ് ചെയ്താലും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സംഭവമാണ് കാണിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.